മുൻ ISRO ചെയർമാൻ സോമനാഥ് സാർ കൂടി ചേരുന്നുണ്ട് ഈ ഒരു ഇതിൻ്റെ വിശദാംശങ്ങളുമായി. സാർ, ഗുഡ് മോർണിംഗ്, കേരളത്തിലേക്ക് സ്വാഗതം. ഏതായാലും വലിയൊരു പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത തന്നെ, ഏവരും കാത്തിരുന്നൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സുരക്ഷിതമായി തന്നെ ക്രൂ 9 സംഘം തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ വിജയകരമായ ഒരു മിഷനായിരുന്നു അത്. ക്രൂ 9 തിരിച്ചുവരവ് ലോകമെമ്പാടും വളരെ ആശ്വാസത്തോടെ കണ്ടത് ഞാനും അതുപോലെ തന്നെ കാണുകയാണ്. സുനിത വില്യംസും വിൽമോറും മറ്റു സുഹൃത്തുക്കളും രണ്ടുപേരും കൂടി കഴിഞ്ഞ വെളുപ്പിന് തന്നെ വളരെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഇനി ഉള്ള പ്രോസസ് എന്ന് പറഞ്ഞാൽ അവരെ റിക്കവർ ചെയ്ത് അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക, അവരുടെ പഴയ കായിക അവസ്ഥയിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരിക, ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളൊരു പ്രോസസ് ആയിരിക്കും നടക്കുക. അതിനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ദിവസം സ്പേസിൽ തങ്ങിയത് കൊണ്ടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുക എന്നുള്ള പ്രോസസ് ആയിരിക്കും ഇനി നടക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വളരെ ആശ്വാസത്തോടെ സന്തോഷത്തോടെ ആ മിഷനെ കാണുന്നു. തീർച്ചയായും സാർ, ഈ നാസയുടെ ചാന്ദ്ര ചൊവ്വ ദൗത്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിലേക്കൊക്കെയുള്ളൊരു സംഭാവന, ഇവരുടെ അനുഭവങ്ങൾ സ്വാഭാവികമായും അതിന് സംഭാവന നൽകുന്നത് തന്നെയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇനി അവരുടെ ഒരു ആരോഗ്യസ്ഥിതി അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും അതായത് കൃത്യമായ പരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എത്തരത്തിൽ പരിഹരിക്കാം എന്നതിലുള്ള ഒരു ഉത്തരമായിരിക്കില്ലേ ഇവരുടെ ഒരു ദീർഘകാലത്തെ ബഹിരാകാശവാസം? തീർച്ചയായിട്ടും അതിന് ഒരു വലിയ കോമ്പണന്റ് അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. മനുഷ്യയാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ തന്നെ 30 വർഷമായി. അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരാണ് അമേരിക്കയും റഷ്യയും യൂറോപ്പിലും ഒക്കെ ആയിട്ട് അതിന്റെ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. മനുഷ്യര് സ്പേസില് വർഷങ്ങൾക്ക് 1 വർഷത്തിലധികം താമസിച്ച് ഇത്തരം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യരിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളും അതിനുള്ള മാറ്റങ്ങളെ കുറിച്ച് അവര് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള മറുപടി അതിനുള്ള എന്താണ് കറക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും റിസർച്ച് നടത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ഇങ്ങനെയുള്ള ഒരു പരീക്ഷണ വസ്തു ആയിരുന്നില്ല. പക്ഷെ അങ്ങനെ കൺട്രോൾഡ് എക്സ്പെരിമെന്റ് ആയിട്ട് നടത്തിയിട്ടുള്ളവര് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അറിയാം എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുക മനുഷ്യ ശരീരത്തിൽ ഇതുകൊണ്ട് എന്ന്. പക്ഷെ ഇത് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് ചില വ്യത്യാസങ്ങൾ ഉണ്ടായെന്നിരിക്കാം. എങ്കിൽ പോലും ഇതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വളരെ പ്രയോജനപ്രദമായിരിക്കും. പക്ഷെ അതിന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് സ്പേസിൽ അതിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ റൊട്ടീന്, മെഡിക്കൽ പ്രോസസ്സുകൾ ഒക്കെ അവര് ഓൾറെഡി ഇപ്പൊ തന്നെ ഉണ്ട്. സ്പേസ് സ്റ്റേഷനെ പോലുള്ള സ്ഥലത്ത് സാധ്യമാണ്. പ്രത്യേകിച്ച് ഒരു ക്രൂ മോഡ്യൂളിനുള്ളിൽ അതൊന്നും നടക്കില്ല. കാരണം മനുഷ്യ മൂവ് ചെയ്യാനും പോലും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ സ്പേസ് സ്റ്റേഷൻ അങ്ങനെയല്ല. ഒരു വിശാലമായ താമസ സ്ഥലമാണ്. അവിടെ എക്സസൈസുകളുണ്ട്, ആഹാര റൊട്ടീനുകളുണ്ട്, അതുപോലെയുള്ള മെഡിക്കൽ ചെക്കപ്പിനുള്ള വസ്തുക്കളുണ്ട്, ബ്ലഡ് സാമ്പിളിംഗ് ഉൾപ്പെടെയുള്ള. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ഇതിന് കൺട്രോൾഡ് എക്സ്പെരിമെന്റുകൾ നടത്താനും ഡാറ്റ കളക്ട് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് വർഷങ്ങളായിട്ട് കിട്ടിയത് കൊണ്ട് ഇതൊരു പുതിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, പുതിയതായിട്ട് പഠിക്കേണ്ട ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ ഈ പർട്ടിക്കുലർ സ്പെസിമെനിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അത് കൂടുതൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.